पति ब्रह्मचारी। തുണി ആരെങ്കിലും ഇങ്ങനെ ഉണ്ടിടോ? അയാളെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഇത്? ഇതെന്റെ ഷർട്ടാ. ഇയാൾക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ? എന്നാ പിന്നെ അതങ്ങ് ഇട്ടാ പോരെ. ഇയാൾക്ക് അങ്ങനെ എന്റെ ഷർട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഇങ്ങൂരി തന്നെ. സോറി മിസ്റ്റർ ബ്രഹ്മചാരി, എനിക്കിതങ്ങനെ ഊരാൻ പറ്റില്ല. എന്റെ എല്ലാ ഡ്രസ്സും മുഷിഞ്ഞു പോയി. പിന്നെ നിങ്ങൾ ബ്രഹ്മചാരി ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് നിങ്ങളുടെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ മാഡം, ആ പ്രോബ്ലം ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിന്റെ ഷർട്ടിങ് കൊടുത്താ. ഇനി എങ്ങാനും മനസ്സുകൊണ്ട് ഇയാൾ എന്നെ ഇയാളുടെ ഭാര്യയായിട്ട് അംഗീകരിക്കുക എങ്ങാനും ചെയ്തോ? എനിക്ക് ഷർട്ട് വേണ്ട. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഈ തമാശ പറയാനുള്ള ബുദ്ധി ഇത് എവിടുന്ന് വരുന്നു? സന്തോഷ ശക്തിയിലൂടെയല്ല, മനോഭാവത്തിലൂടെയാ വരുന്നേ. അപ്പൊ ഏറ്റവും ആദ്യം സ്വന്തം മനോഭാവമാ മാറ്റേണ്ടേ. കാരണം ദുഃഖിതനായിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതിലും പറ്റ ഈ ഓരോരോ കാരണങ്ങൾക്കിടയിൽ നിന്ന് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. അത് ശരി. ഈ ഞാൻ എവിടുന്നാണാവോ കിട്ടിയത്? ഇത് ഞാൻ എനിക്ക് സ്വയം കൊടുത്തതാ. എനിക്കും തോന്നി. കാരണം ഇത് ഞാനോ അല്ല, ഭ്രാന്ത്. ഇയാളും ഈ ഭ്രാന്തിലൊന്ന് ജീവിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും ഹാപ്പി ആയിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വിചിത്രമായൊരു പെണ്ണ് തന്നെ അയാള്. ഞാനൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതിനും അപ്പുറം. ഹസ്ബൻഡിന്റെ ഷർട്ടിന്റെ മണം തന്നെ വ്യത്യസ്തം. സാറ് പറയുന്നത് ശരിയാ. ഇഷാമയുടെ എപ്പോഴും കുട്ടി. ശരി, തെറ്റ്, നന്മ, തിന്മ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്രയും കഷ്ടപ്പാടിലും സന്തോഷം കണ്ടെത്തുക എന്താ പറ്റിയെന്നറിയില്ല. അയാൾ മൊത്തത്തിൽ കുഴപ്പമായിപ്പോ. ടെറസിലേക്ക് പെട്ടെന്ന് വാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. അല്ല, ഇയാളിത് എങ്ങോട്ടായി പോകുന്നേ? ഇനി വീണ്ടും ആരോടെങ്കിലും വഴക്കുണ്ടാക്കാൻ പോവാണോ? വിദ്യ, വാ വേഗം ഇരിക്ക. അത് ശരി, ബിന്ദിയെ കാണാൻ വന്നതാണോ? എന്നാ ശരി. ഏട്ടത്തി, ഏട്ടന്റെ ഈ ഷർട്ട് നന്നായി ചേരുന്നത് ഏട്ടത്തിക്ക് തന്നെയാ. ഇത് ഏട്ടത്തി തന്നെ വെച്ചോ, തിരിച്ചു കൊടുക്കണ്ട. ഏട്ടത്തി, ഏട്ടത്തി സൂരജേട്ടനെയും വിദ്യ ചേച്ചിയും കണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അല്ല, ഏട്ടത്തിക്ക് അത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം? എനിക്കവരെ രണ്ടുപേരും കാണുമ്പോ സന്തോഷം. കാരണം നല്ല ഫ്രണ്ട്സ് അവര്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കവി, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും പ്രധാനമല്ലേ? അതുപോലെ തന്നെയാ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ബെസ്റ്റ് ഫ്രണ്ട്സും. അതെ, എന്നാലും അങ്ങനെയാണെങ്കിൽ പോലും ഏട്ടൻ ഇത്രയും രാത്രിയായിട്ടും വിദ്യ ചേച്ചിയെ കാണാൻ വന്നിരിക്കല്ലേ? അപ്പോ ഏട്ടത്തിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ല,
കാരണം സൂരജ് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവനാണെന്ന് എനിക്കറിയാം. അയാളോട് എനിക്കുള്ള വിശ്വാസം പോലെ ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നിനോടുമില്ല. ഏട്ടത്തി ഏട്ടത്തി ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ പെട്ടവള് മാത്രമല്ല, ഒരു വലിയ ഹൃദയത്തിനുടമയും കൂടിയാണ്. ഏട്ടത്തി എന്തായാലും വലിയമ്മയുടെ കണ്ണിൽ പെടാതെ നോക്കിക്കോണേ. എന്താ? വല്യമ്മ എങ്ങാനും ഏട്ടത്തി ഷർട്ട് ഇട്ടിരിക്കുന്നത് കണ്ട. അയ്യോ, ആ കാര്യം ഞാൻ ഓർത്തത് പോലുമില്ല. ഈ സൂരജിന്റെ പുറകെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എനിക്ക് പണിയാവും. ഞാൻ പോവാണേ. ബിന്ദു, എനിക്കിവിടെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളെ നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. പിന്നെ സാറെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് നിന്റെ കഴിവാ. സൂരജ്, നിന്നോട് ഞാൻ ഒരിക്കലും നോ പറയില്ലെന്ന് അറിയാലോ. നീ ആദ്യം വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് പറ. നീ ശ്രദ്ധിച്ചു കേൾക്കണം. സാർ, ഇത് ബിന്ദിയ, എന്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാ. അപ്പോ സൗഹൃദവും മുമ്പോട്ട് കൊണ്ടുപോകാൻ അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും ചെയ്ത് ഇഷ മാഡത്തിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കിയേ പറ്റൂ. നാളെ എന്തായാലും പൂജ തുടങ്ങാൻ പോവാ. അപ്പൊ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് ചെയ്യേണ്ടി വരും. എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? ഡൺ. ഈ കാര്യത്തിൽ വിദ്യ 100% നിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബിന്ദിയ മാഡം ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇത് ശരിക്കും പാടുള്ളൊരു പണി തന്നെയാ. ദയവ് ചെയ്ത് കിലുക്കലൊന്നും നിർത്തോ, എന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. മിക്കവാറും എന്റെ തലയും പൊട്ടിത്തെറിക്കും. ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്നില്ല. എന്ത് പ്രോബ്ലം? പസിലിന്റെ. വേറെന്തിന്റെയാ? നിനക്ക് ഈ പസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പസിൽസ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുമ്പോഴുണ്ടല്ലോ, ഇതിന്റെ എല്ലാ ഉത്തരവും ഒരു പസിലിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. തലച്ചോറിന് അതൊരു നല്ല എക്സർസൈസ് തന്നെ. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം റിസൾട്ടും കിട്ടും. ശരി, ഓൾ ദി ബെസ്റ്റ്. അതെ, അത് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഇതാ പിടിച്ചോ. എന്റെ ഭർത്താവ് ബ്രഹ്മചാരി മാത്രമല്ല, ഇന്റലിജന്റ് ആണല്ലോ. എത്ര പെട്ടെന്ന് സോൾവ് ചെയ്തേ. മിക്കവാറും ബണ്ടും ബിന്ദിയും ഗുണ്ടും അല്ലാതെ ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും തോന്നുന്നുണ്ടല്ലോ. വല്യമ്മ IAS എന്ന് പറഞ്ഞ എന്റെ സ്വപ്നം. രാത്രി ഉറക്കൊഴിച്ച് പഠിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റൂ. എന്റെ പതി ബ്രഹ്മചാരിക്ക് ആരുടെ കണ്ണും വിടാതിരിക്കട്ടെ. ഈ ചാടുന്നത് കിലുക്കുന്നൊക്കെ നിർത്താമോ പ്ലീസ്? ഇയാൾ ഉറങ്ങിക്കോ, എന്നിട്ട് എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്.
ഏയ്. സുനിലേട്ടാ, ഇന്ന് പൂജയുടെ ആദ്യ ദിവസം. എല്ലാ സ്ത്രീകളും അവരുടെ ഭർത്താവ് നൽകുന്ന സ്നേഹ സമ്മാനം കൊണ്ട് അണിഞ്ഞൊരുങ്ങും. അതുകൊണ്ട് ഞാനും ഏട്ടൻ വാങ്ങിത്തന്ന സാരി ഉടുത്താ പൂജ ചെയ്യുന്നേ. ഇത് ഉടുത്തോണ്ട് മാത്രമേ ഞാൻ പൂജ ചെയ്യൂ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളുടെ കണ്ണ് എന്നിൽ നിന്ന് മാറ്റാൻ തോന്നുന്നില്ലേ? ഇപ്പോഴും ഞാൻ പഴയതുപോലെ സുന്ദരി തന്നെയല്ലേ? എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഇനിയും ഈ കാത്തിരിപ്പ് എന്നെ കൊണ്ടാവുന്നില്ല. ഇന്ന് പൂജയുടെ ആദ്യ ദിവസം. എല്ലാ സ്ത്രീകളും അണിഞ്ഞൊരുങ്ങുന്ന തിരക്കില. എന്നെ ഇവിടെ കിച്ചടി പിടിച്ച് കെട്ടിയിട്ടേക്ക. മോണിക്ക, ഞാൻ നിനക്ക് വേണ്ടി പച്ച പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് പെട്ടെന്ന് റെഡിയായി പൂജയ്ക്ക് വരണ്ടേ? വാ വാ വാ, പെട്ടെന്ന് റെഡിയോ. എനിക്കാണെങ്കിലേ പൂജയ്ക്ക് വരാനുള്ള സമയമൊന്നുമില്ല. എനിക്കിവിടെ കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട്. അത് ശരി, ഇത്രയുള്ള പ്രോബ്ലം. ഞാനില്ലേ, ഒരു കാര്യം ചെയ്, നീ ഈ മൈലാഞ്ചി കയ്യിലിട്ടോ, പിന്നെ ജോലി ചെയ്യാതെ രക്ഷപ്പെടാം. എന്റെ ഭഗവാനെ, നീ രക്ഷിച്ചു. എത്രയോ തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുള്ളതാ. എല്ലാത്തിനുള്ള ഫലം നിങ്ങളുടെ രൂപത്തിലാ ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യ. ഇതിന്റെ ഭാഗമായി വന്നേ, നിന്റെ കയ്യിൽ മൈലാഞ്ചി ഒരുപാട് ഇഷ്ടത്തോടെ ഇന്ന് ഞാൻ തന്നെ ഇട്ടു തരും. അതും എന്റെ പേരെഴുതിക്കൊണ്ട്. വാ, ഇരിക്ക്. ആ മനുഷ്യ, വേഗം വേഗം ഇട്ടോ. അപ്പൊ പിന്നെ എനിക്ക് പണിയൊന്നും ചെയ്യേണ്ടി വരൂല. വേഗം ആവട്ടെ. ആ മനുഷ്യ, അതെ, ഈ മൈലാഞ്ചിക്ക് മുമ്പേ നെയിൽ പോളിഷ് ഇട്ടാ മതി. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാലേ നഖം കാണാൻ ഭംഗിയുണ്ടാവില്ല. അത് ശരി, ഇത്രയുള്ള കാര്യം. ദാ ഇപ്പൊ കൊണ്ടുവരാം. മൈ ഡിയർ മോണിക്ക, ദാ കൊണ്ടുവന്നല്ലോ. കൈ കാണിക്ക്. ചക്കരട്ടി. എടിയും മടിച്ചിപ്പാറ് മോണിക്ക, കൊള്ളാം, നന്നായിരിക്കുന്നു. നീ ആള് കൊള്ളാലോ. ഒരു പണി എടുക്കാതെ മടിച്ചിരിക്കുകയാണല്ലേ? മൈലാഞ്ചി നെയിൽ പോളിഷ് ഇട്ട് മടിച്ചിവിടെ ഇരിക്കാന്നാണല്ലേ? ഞാൻ നിന്റെ വിരല് മുറിച്ചു മുഴുവനായിട്ട് ചുമന്ന നിറമാക്കി തരാം. മൈലാഞ്ചിയുടെ കളറിനെക്കാളും നന്നായിരിക്കും. അയ്യോ അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്തോളാം. അതിനുശേഷം മൈലാഞ്ചി നെയിൽ പോളിഷ് ഇടോളൂ. സത്യം. മമ്മി, എങ്ങോട്ടാ മുങ്ങാൻ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും ജോലി പറഞ്ഞാ അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്നാ ഭാര്യ പറഞ്ഞ മടിയിലിരുത്തി അങ്ങ് താരാട്ട് പാടുവാണല്ലോ. നീ പാവക്കുത്തിലെ പാവയായി പോയല്ലോ. അമ്മ, പാവക്കൂത്തെന്ന് പറയുമ്പോ ഭാര്യ നൂല് വലിച്ച ഈ പാവ കിടന്ന് കൂത്ത് കളിക്കും. അത് ശരി. ആ അമ്മേ, അതെന്താന്നറിയോ? ഇന്ന് തിങ്കളാഴ്ച പൂജയ്ക്കുള്ളതല്ലേ. അപ്പൊ പിന്നെ ഭർത്താവിന്റെ കൈ കൊണ്ട് കുറച്ചെങ്കിലും അണിഞ്ഞൊരുങ്ങണ്ടേ. അതുകൊണ്ടാ ഞാൻ നെയിൽ പോളിഷ് ഇടിച്ചതമ്മേ. എനിക്ക് നിന്നെ അറിയാം, പൂജയെ കുറിച്ചും അറിയാം, എന്റെ മോനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം, കുട്ടിക്കാലം മുതലേ. എടി, ഈ തിങ്കളാഴ്ച ദിവസത്തെ പൂജയ്ക്ക് ഭർത്താവിന്റെ കൈ കൊണ്ട് അണിഞ്ഞൊരുങ്ങിയ ആ പൂജ പൂർത്തിയായെന്ന അർത്ഥം. പക്ഷെ വേണ്ട, എന്റെ മോനെങ്ങാനും ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാ അവൻ നിന്നെ മൊത്തത്തിൽ അണിച്ചൊരുക്കും. കള്ളന് കഞ്ഞി വെച്ച പെരും കള്ളൻ. ഭർത്താവിന്റെ കൈകൊണ്ട് അണിഞ്ഞൊരുങ്ങൽ എന്ന് വെച്ചാ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലാണോ? ഓ, അടുത്തത്. ഇനിതാ ഇവൾക്കൂടെ പറഞ്ഞു കൊടുക്ക ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന്. ഏട്ടത്തി, ഇന്ന് തിങ്കളാഴ്ച പൂജ തുടങ്ങുമല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് അണിയിച്ചൊരുങ്ങും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവളിതൊക്കെ എങ്ങനെ അറിയാനാ? ഇവളുടെ അമ്മ, ഇവളുടെ അച്ഛൻ തിങ്കളാഴ്ച ദിവസത്തേക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയാലല്ലേ ഇവൾക്കിത് അറിയാൻ സാധിക്കൂ. അവൾക്ക് അങ്ങനെ ഈ ചടങ്ങൊന്നും വിധിച്ചിട്ടില്ല. അവരവരുടെ ഭർത്താവിനെയും ഫാമിലിയും വിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി.
അത് ശരി. അപ്പൊ ഞാനും ഇന്ന് അണിഞ്ഞൊരുങ്ങണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ തയ്യാറാവാം. നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ ആയവളെ നിർബന്ധിച്ച് അണിയിച്ചൊരുക്കാൻ പോവാണോ? എന്റെ വാസുദേവ, നീ തന്നെ ശരണം. ഇത്തവണ ശ്രാവണ മാസത്തിലെ പൂജയ്ക്ക് പകരമായി എനിക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച വരം വേണം. അത് അത് പിന്നെ ഇവിടെ ഒരു സാധനം വച്ചെടുത്ത് കാണില്ല. എത്ര നേരമായിട്ട് ഞാൻ മൊബൈലിലെ ചാർജർ അന്വേഷിക്കാൻ അറിയോ, ഇവിടെ ഒരിടത്തും കാണുന്നില്ല. അല്ല, ഇത് എവിടെ പോയി? എന്റെ പേഴ്സും കാണുന്നില്ല. എത്ര നേരം ഞാൻ അന്വേഷിക്കുന്നു. താക്കോല് താക്കോല് ചിലപ്പോ ഇവിടെ കാണില്ല, താഴെ ആയിരിക്കും. ഈ പാദസര എങ്ങനെയുണ്ട്? എന്താ പാദസര എങ്ങനെയുണ്ടെന്ന്? അത് പറയുന്നേ. ഈ പാദസരം, ജിമിക്കി, ഈ വള എല്ലാം എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് ചേരുന്നുണ്ട്. താക്കോൽ മിക്കവാറും താഴെ ആയിരിക്കും. ശ്രാവണ പൂജയ്ക്ക് വേണ്ടി ചെറുതായെങ്കിലും ഭാര്യ അണിയിച്ചൊരുക്കേണ്ട ഭർത്താവാണല്ലോ. ഇയാളോട് എങ്ങനെ പറയും? എന്റെ ആഞ്ജനേയ ഹനുമാൻ സ്വാമി, ഇതൊന്നും എന്റെ തെറ്റല്ല. ആ പെണ്ണ് വെറുതെ ഇങ്ങോട്ട് കയറി വന്നത് അപ്പൊ ആ സ്വരവും കിളുക്കൊക്കെ ആയിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഓം പവനപുത്രായ നമ, ഓം പവനപുത്രായ നമ, ഓം പവനപുത്രായ നമ, ഓം പവനപുത്രായ നമ, ഓം പവനപുത്രായ നമ. തെറ്റ് സംഭവിച്ചോണ്ടിരിക്കുക ഭഗവാനെ, തെറ്റ് സംഭവിച്ചോണ്ടിരിക്കുക. ഇതിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഭഗവാനെ.
1 2 3 ഒരു കാര്യം ഓർത്തു വെച്ചാ മാഡം, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. എൻ്റെ ഹൃദയത്തിലുമില്ല, എൻ്റെ തലച്ചോറിലുമില്ല, എൻ്റെ ഓർമ്മകളിലും അതും ഉണ്ടാവില്ല. ഇനി ആകെ എൻ്റെ ഡ്യൂട്ടി മാത്രം, വേറെ ഒന്നുമില്ല. ജയ് ഹനുമാൻ സ്വാമി, ജയ് ഹനുമാൻ സ്വാമി, മകനെ മുതലാക്കാത്തോണേ. കൊള്ളാലോ ഏട്ടത്തി. ഏട്ടത്തി ഓൾറെഡി സുന്ദരിയാ, പക്ഷെ ഇതിപ്പോ അണിഞ്ഞൊരുങ്ങിയപ്പോ കുറച്ചും കൂടി സൗന്ദര്യം കൂടി. അല്ല, ഞങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഏട്ടന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ സൂര്യചേട്ടന്റെ കൈ കൊണ്ട് ഏട്ടത്തി അണിയിച്ചൊരുക്കുമ്പോഴല്ലേ ഈ രംഗം കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവത്തുള്ളൂ. അത് വേറൊന്നുമല്ല ഏട്ടത്തി, ഇന്നത്തെ ഈ പൂജയില് ഭാര്യമാര് എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നാലും അവരുടെ ഭർത്താക്കന്മാരെന്തെങ്കിലും പൊട്ടോ കൺവശോ തൊട്ടു കൊടുക്കുന്നത് വരെ അതുവരെ ഭാര്യമാരുടെ സൗന്ദര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവും, പൂർത്തിയാവാത്ത പോലെ. ഈ ഏട്ടത്തി ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാണാൻ ഒരു കുറവും തോന്നില്ല. ഓക്കേ, ആ ഏട്ടത്തേക്ക് വന്നാൽ ഞാൻ ഏട്ടത്തിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. വാ വാ. സ്മൈൽ പ്ലീസ്. സൂരജ് എനിക്ക് ഒരുങ്ങാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നവരെ എന്റെ ഒരുക്കത്തിൽ ഓരോ കുറവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാ ഇപ്പൊ പറയാ മൂക്കത്ത് ശുദ്ധിയുള്ള എന്റെ പതി ബ്രഹ്മചാരിയോട്?